ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 6ാം ക്ലാസ് കേരള പാഠാവലി 1ാമത്തെ യൂണിറ്റിൽ 2ാമത്തെ അധ്യായമാണ് ചട്ടിപ്പത്തിരി. ഈ അധ്യായത്തിൽ മറ്റൊരു വീട്ടിലെ അമ്മ ചട്ടിപ്പത്തിരി എന്നുള്ള വിഭവം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി ആരൊക്കെ അമ്മയെ സഹായിക്കുന്നു, ഏതെല്ലാം തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അടുക്കളയ്ക്കുള്ളിൽ നടക്കുന്നത്, ഏതെല്ലാം ഉപകരണങ്ങളുടെ ആവശ്യം വരുന്നുണ്ട്, ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിഭവം തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചട്ടിപ്പത്തിരി എന്ന അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളും അടങ്ങിയതാണ് ഈ വീഡിയോ. വീഡിയോ മുഴുവനും കാണാനും നോട്ടുകൾ എഴുതിയെടുത്ത് ശ്രദ്ധയോടെ പഠിക്കാനും ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഉത്തരങ്ങളുടെ മാതൃകയിൽ സ്വന്തമായി ഉത്തരങ്ങൾ എഴുതി പരിശീലിക്കാനും നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് അധ്യായത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഒരു കവിതയിൽ നമ്മൾ പരിചയപ്പെട്ട കവിത ഏതായിരുന്നു? അടുക്കളയായിരുന്നു അല്ലേ? അടുക്കള എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് നമ്മൾ എന്താണ് കണ്ടത്? ആരും തിരിഞ്ഞു നോക്കാത്ത, അമ്മ മാത്രം ജോലി ചെയ്യുന്ന അടുക്കളയെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ വേറൊരു അടുക്കളയിലേക്ക് പോവുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചട്ടിപ്പത്തിരി. അദ്രമാൻ പിയാപ്ല വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്നു രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. അപ്പോ ആ വീട്ടിലെ ഉമ്മ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന ഒരു വിഭവം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കണം. ഇനി അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പടം നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഈ എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഒരു പടം കാണാം കേട്ടോ. അത് തന്നെയാണ് ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മധുരമൊക്കെയുള്ള ഒരു വിഭവമാണ് ചട്ടിപ്പത്തിരി കേട്ടോ. അപ്പോൾ ആ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുകയാണ്. എന്താണ്? അദ്രമാൻ പിയാപ്ല എന്ന് പറയുന്ന ഒരാള് അത് ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ, സാമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, സാധനങ്ങളൊക്കെ വൈകുന്നേരം തന്നെ കൊണ്ടുവന്നെത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. അപ്പോൾ നിങ്ങളെ പോലുള്ള കുസൃതികളായ ഒരുപാട് കുട്ടികളുള്ള ഒരു വീടാണത്. അതുകൊണ്ട് തന്നെ എന്ത് സാധനം കൊണ്ടുവന്ന് വെച്ചാലും അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഒന്ന് നോക്കും. ഏതെങ്കിലും സാധനങ്ങളൊക്കെ കട്ടെടുത്തുകൊണ്ട് പോയി കഴിച്ചെങ്കിലോ എങ്കിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളിൽ കുറവ് വരും. ഉദാഹരണത്തിന് ചട്ടിപ്പത്തിരിക്കകത്ത് കിസ്മിസ് ചേർക്കുന്നുണ്ട്, ബദാം ചേർക്കുന്നുണ്ട്, ശർക്കര ചേർക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചട്ടിപ്പത്തിരികളുണ്ട്. പലതിനകത്ത് മധുരമുള്ളതും മധുരമില്ലാത്തതും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന പല വിഭവങ്ങളും അല്ലെങ്കിൽ പല സാധനങ്ങളും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ്. മധുരമുള്ളതും നട്ട്സും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അവരുടെ കൈവശം ഇത് കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെടുത്തുകൊണ്ട് പോയി കളയും. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കൊണ്ടുവച്ചതിന് ശേഷം ഒരുപാട് തവണ അതവിടെ തന്നെ ഉണ്ടോ എന്ന് വീട്ടുകാർ നോക്കും. ഇപ്പോഴത്തെ കാലത്തെ വീടുകളിലെ പോലെയല്ല, ഒരുപാട് കുഞ്ഞുങ്ങളുള്ള പഴയൊരു കാലത്തെ വീടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒത്തിരി പിള്ളേരുമുണ്ട്. ആ പിള്ളേർ ഇതൊക്കെ എടുത്തോണ്ട് പോയോ എന്നുള്ള സംശയം കാരണം അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ആ വസ്തുക്കൾ അവിടെ ഉണ്ടോ എന്ന് നോക്കും. എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് നോക്കാം. 2 റാത്തൽ ഗോതമ്പപ്പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, 1/2 റാത്തൽ കസ്കസ്, 1/4 റാത്തൽ ബദാം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 റുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീര്, എല്ലാം കണക്ക് പോലെയുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടായിരുന്നോ? 2 റാത്തൽ ഗോതമ്പപ്പൊടി. ഗോതമ്പപ്പൊടി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടി. റാത്തൽ എന്താണെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മളിപ്പോ സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര എന്നൊക്കെ പറഞ്ഞ് മേടിക്കത്തില്ലേ? അതുപോലെ പണ്ടത്തെ ഒരു അളവാണ് റാത്തൽ. ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ 500 ഗ്രാമാണ് കേട്ടോ. ഒരു റാത്തൽ 500 ഗ്രാമാണ്. അപ്പൊ നമുക്ക് 1 കിലോ പഞ്ചസാരയാണ് വേണ്ടത് എങ്കിൽ കടയിൽ ചെന്ന് പണ്ടത്തെ ആൾക്കാർ എന്ത് പറയുമായിരുന്നു? 2 റാത്തൽ പഞ്ചസാര വേണമെന്ന് പറയുമായിരുന്നു. കാരണം എന്താണ്? ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ അത് 500 ഗ്രാമാണ്. ഓക്കെ, ബാക്കി നോക്കിക്കോളൂ. പിന്നെ എന്തൊക്കെ വേണം? ഗോതമ്പ് പൊടി വേണം, കോഴിമുട്ട വേണം, കിസ്മിസ് വേണം, പിന്നെ കസ്കസ് വേണം. കസ്കസ് എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളത്തിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതിലിടുന്ന തണുപ്പിന് വേണ്ടി ചേർക്കുന്ന സാധനമാണ് അല്ലേ കസ്കസ്. പിന്നെ ബദാം വേണം, പശുവിന്റെ നെയ്യ് വേണം, പഞ്ചസാര വേണം, ഏലം വേണം, ഏലക്ക അറിയാമല്ലോ, ഏലക്ക വേണം, പിന്നെ പനിനീര് വേണം. ഇതെല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്.
ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. സേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവ് പാത്രമാണ് കേട്ടോ, നാഴിയാണ്, നാഴി. നമ്മളിപ്പോ പാലൊക്കെ അളക്കുന്ന നിങ്ങളുടെ വീട്ടിലൊക്കെ വരുന്ന പാൽക്കാരനായിട്ടുള്ള ആ അങ്കിള് പാൽ ഒഴിച്ചു തരുന്നത് എന്ത് പാത്രത്തിൽ അളന്നിട്ടാണ്? ഒരു കപ്പ് പോലെയുള്ള ഒരു പാത്രം വെച്ച് അളന്നിട്ടാണ് അല്ലേ? അപ്പൊ അതുപോലെയുള്ള നാഴിയെയാണ് സേർ എന്ന് പറയുക. 4 നാഴിയാണ് ഒരു സേർ. ഇപ്പൊ ഇവിടെ 1/4 സേർ എന്ന് പറഞ്ഞത് കൊണ്ട് 1 കപ്പ് പാല് വേണം എന്നർത്ഥം. അപ്പൊ 1/4 സേർ എന്ന് പറഞ്ഞാൽ 1 കപ്പ് പാല് കേട്ടോ. ഇനി വേണ്ടത് 1/4 സേർ പാലാണ്. നേരത്തെ വാങ്ങി വെച്ചാൽ തെരത്തു പോകും. അപ്പോൾ പാല് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? തെരത്തു പോകും. തെരത്തു പോകും എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും, അല്ലെ പുളിച്ചു പോകും എന്നുള്ള അർത്ഥം. ഫക്കീർ ചിത്താത്ത പയ്യും പാല് കൊണ്ടുവന്നോ? ബിച്ചായി ഷെയ്ത്താത്ത ചോദിച്ചു. അപ്പൊ ആ വീട്ടിൽ പാല് കൊടുക്കുന്ന ആളാണ് ഫക്കീർ ചിത്താത്ത. അയാള് പാല് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ് ബിച്ചായി ഷെയ്ത്താത്ത. നമ്മുടെ ഈ ബിച്ചായി ഷെയ്ത്താത്തയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം കേട്ടോ. നമ്മളിപ്പോ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ സ്വാദിഷ്ടമായ പലഹാരം ഈ കഥയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബിച്ചായി ഷെയ്ത്താത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇത് വെച്ചിട്ട് എന്താ താത്ത ചെയ്യാൻ പോകുന്നതെന്ന്. മൂപ്പത്തി എപ്പം കൊണ്ടുവന്നേക്കണ്? ഞാൻ ഉറിമല മൂടി വെച്ചിക്കണ്, കൽമേയി പറഞ്ഞു. എന്താണ് മൂപ്പത്തി? ഈ പാലുകാരി എപ്പോഴോ പാലും കൊണ്ട് വന്നു കഴിഞ്ഞു. ഞാൻ അതിനെ ഉറിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, അല്ലെ ഉറിയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഉറി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഒരു കയറിൽ കെട്ടി ഒരു സംവിധാനം ഉണ്ടാക്കാറുണ്ട്. അതിനെയാണ് ഉറി എന്ന് പറയുക. ഈ ഉറിയുടെ മുകളിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ആ വീട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞു, കൽമേയി പറഞ്ഞു. കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്ന് വെച്ചു. ബിച്ചായി ഷെയ്ത്താത്ത ഗോതമ്പ് പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അപ്പൊ തന്നെ ഈ ബിച്ചായി ഷെയ്ത്താത്ത എന്ത് ചെയ്തു? ആ ഉണ്ടായിരുന്ന ഗോതമ്പ് പൊടിയെ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചു. ഏത് പരുവത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ചു വെച്ചു. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച് ഒരു പിഞ്ഞാണത്തിൽ ബദം എടുത്തു ഇട്ടു. എന്തിനായിട്ടത്? പൊതിരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഈ ബിച്ചായി ഷെയ്ത്താത്ത മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആ കൽമേയി താത്ത എന്താ ചെയ്തത്? കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ബദാം പൊതിരാൻ എന്ന് പറഞ്ഞാൽ കുതിരാനായിട്ട് ഇട്ടു. പാത്തുമ്മേയി താത്ത 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. അപ്പോൾ അവിടെ തന്നെയുള്ള മറ്റൊരു സ്ത്രീയാണ് പാത്തുമ്മേയി താത്ത. ഈ പാത്തുമ്മേയി താത്ത സാൻ എന്ന് പറയുന്ന ഒരു പാത്രം, കപ്പ് പോലെയുള്ള ഒരു പാത്രമാണ്, ബൗള് പോലെയുള്ള ഒരു പാത്രം. ആ പാത്രത്തിലേക്ക് 30 കോഴിമുട്ട, വലിയ ബൗളാണെന്നും വലിയ പാത്രമാണെന്നും നിങ്ങൾ സങ്കല്പിക്കണേ. 30 കോഴിമുട്ടയാണ് അതിലേക്ക് ഉടച്ച് ഇട്ടത്. എന്നിട്ടോ പഞ്ചസാര പൊതിയടിച്ച് കുറച്ച് പഞ്ചസാര ഉടച്ച മുട്ടയിൽ ഇട്ടു. എന്നിട്ട് ഈ ഉടച്ച മുട്ട ഈ വലിയ സാനിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. ഏലത്തിരിയും എടുത്തിട്ടു. അതിനു പുറമെ എന്തിട്ടു? ഏലക്കയും ഇട്ടു. ഏലക്ക പൊടിച്ചതും ഇട്ടു. അതാ പനിനീരിന്റെ കുപ്പി, ഇങ്ങോട്ടിട് മോളെ. എന്താണ്? അത് കഴിഞ്ഞ് നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്ത പറയുകയാണ്, ഇനി ആ പനിനീരിന്റെ കുപ്പി ഇങ്ങോട്ട് ആവശ്യമുണ്ട്, അതിനെ ഇങ്ങ് എടുത്തേ എന്ന് പറയുന്നു. കൽമേയി പനിനീരിന്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനിനീരും ആ മുട്ടയിൽ ചേർത്തു. അപ്പോ കൽമേയി അതിലേക്ക് എന്തുകൂടെ ചേർത്തു? അതിലേക്ക് കുറച്ച് മുട്ട കൂടി ചേർത്തു. പനിനീര് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുട്ട കൂടി ചേർത്തു. ആസ തിരിക്കുന്ന മാതിരി വലതുകൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി. ആസ എന്ന് പറഞ്ഞാൽ തിരിക്കല്ലാണ് കേട്ടോ. ഒരു പരന്ന കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിയോ ഗോതമ്പോ ഒക്കെ ഇട്ടിട്ട് അതിലൊരു കുറ്റി കാണും. അതിന്റെ അറ്റത്ത് ഭാഗത്തായിട്ടൊരു കുറ്റി കാണും. അതിനെ പിടിച്ച് തിരിക്കുമ്പോൾ മാവ് ഇങ്ങനെ അരഞ്ഞരഞ്ഞ് പൊടിയായിട്ട് വരും. അതാണ് തിരിക്കല്ലെന്ന് പറയുന്ന സാധനം. അപ്പൊ ആ തിരിക്കല്ല് പോലെ, ആ തിരിക്കല്ല് എങ്ങനെയാണോ തിരിക്കുന്നത്, നമ്മള് വട്ടത്തിൽ കറക്കില്ലേ, തിരിക്കല്ലിനെ വട്ടത്തിൽ കറങ്ങുന്നത് പോലെ എന്ത് ചെയ്തു? വലതു കൈ ചലിപ്പിച്ച് കൽമേയി എന്ത് ചെയ്തു? മുട്ട അടിച്ച് എടുത്തു. മോളെ, അതാ മാവ് കുഴച്ചത്, എല്ലാരും കൂടി 20 തോല് പരത്തിക്കോളി. അപ്പോ ആര് പറഞ്ഞു? നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞു, മാവ് അവിടെ ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും കൂടി 20 തോല് പരത്തിക്കോളാൻ. എന്താ 20 തോല്? വട്ടത്തിലുള്ള 20 ചപ്പാത്തി പോലെ പരത്തിയെടുക്കാൻ. മാവിനെ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പോലെ 20 എണ്ണം പരത്തിയെടുക്കാൻ പറഞ്ഞു. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയിയുടെ മൂത്തമോൾ കച്ചേയും ഇരുന്നു. ചെറിയ മുട്ടപ്പലകകളിലാണ് ഇരുന്നത്. അപ്പോ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ ഈ മാവിനെ പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 പേര് മുന്നോട്ട് വന്നു. ആരൊക്കെയാണ്? കൽമേയി, പിന്നെ അനുജത്തി ബീരാമ്പി, പിന്നെ കൽമേയിയുടെ മൂത്തമോൾ കച്ചേയി. അവര് ചെറിയ പലകകളിലായിട്ട് ഇരുന്നു. ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടില് ചപ്പാത്തി പരത്തുന്നതിന് വേണ്ടിയിട്ട് വട്ടത്തിലുള്ള ഒരു പലക ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതുപോലെയുള്ള പലക വലിച്ചിട്ട് അതിലേക്ക് ചപ്പാത്തി പോലെ ഈ മാവിനെ പരത്തിയെടുക്കാൻ ആയിട്ട് തയ്യാറെടുത്തുകൊണ്ട് അവര് പലകകൾ വലിച്ചിട്ട് ഇരുന്നു.
കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പലകയുടെ പുറത്ത് കുറച്ച് മാവെടുത്ത് വിതറിയതിനു ശേഷം 3 പേരും കൂടി കുഴച്ചു വെച്ചിരിക്കുന്ന മാവിനെ 20 ഉരുളകളാക്കി. അപ്പോൾ അതിലെ ഓരോ ഉരുളയ്ക്കും ഒരു ആപ്പിളിന്റെ വലിപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് ഓരോ ഉരുളകളും ഈ മാവ് വിതറിയ പലകയ്ക്ക് മേൽ വെച്ച് മെല്ലെ പരത്തിയെടുക്കും. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. പത്തിരിക്കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. എന്നിട്ട് ഈ വെച്ചിരിക്കുന്ന ആപ്പിളിന്റെ അത്രയുള്ള ഉരുളകളിലേക്ക് പത്തിരിക്കുഴലുകൾ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന കുഴലില്ലേ, ആ കുഴൽ ഉപയോഗിച്ച് പരത്തി. അമർത്തി ഉരുട്ടുന്തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. അപ്പോ വീണ്ടും വീണ്ടും ഇത് വെച്ചിട്ട് ഈ കോല് വെച്ച് പരത്തി വരുമ്പോഴേക്കും ഈ ഉരുള പരന്ന് ആനയുടെ ചെവിയുടെ അത്രയും വലിപ്പത്തിലേക്ക് പരന്ന് വരുന്നു. ഇത് കൊയിലുമേൽ ഒട്ടിപ്പിടിക്കണ കുറച്ച് പൊടി വേണം. അപ്പൊ ഒരാൾ പറഞ്ഞു, കുറെ നേരം ഇങ്ങനെ ഈ മാവിനെ പരത്തുമ്പോൾ എത്രത്തോളം നേർത്ത് വരുമോ അത് നേർത്ത് വരുംതോറും എന്ത് ചെയ്യും? മാവിങ്ങനെ ഈ കുഴലില് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് ഈ കുഴലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൊയിലിമ്മൽ എന്ന് പറഞ്ഞാൽ കൊയല് കുഴലാണ് കേട്ടോ. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കി കൊടുത്തു. അപ്പൊ കുറച്ച് പൊടി അവിടെ ബാക്കി ഇരിപ്പുണ്ട്. ആ പൊടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ പേപ്പർ ഇങ്ങോട്ട് നീക്കി കൊടുത്തു കൽമേയി. ബീരാമ്പി പൊടിപ്പൊതി എടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി. അപ്പൊ ബീരാമ്പി എന്ത് ചെയ്തു? ബീരാമ്പി കുറച്ച് പൊടിയെടുത്ത് ഈ കുഴലിന്റെ പുറത്തും പലകപ്പുറത്തും ഒക്കെ ഒന്ന് വിതറി. എന്നിട്ടൊന്ന് പൂശി. അപ്പോ പിന്നെ ഒട്ടിപ്പിടിക്കാതായല്ലോ. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടിപ്പില്ല. കച്ചിയും അത് തന്നെ ചെയ്തു. അപ്പോ അങ്ങനെ പൊടിയൊക്കെ തൂകിയതിന് ശേഷം പരത്തി നോക്കിയപ്പോ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോ ബീരാമ്പിയുടെ മോൾ എന്ത് ചെയ്തു? കച്ചേയും അതുപോലെ തന്നെ ചെയ്തു. അപ്പോ അവൾക്കും മാവ് ഒട്ടാതെ കിട്ടി തുടങ്ങി. ബിച്ചായി ചെയ്താത്ത പറഞ്ഞു, 3 നാൾ പരത്താനിരുന്നാൽ ശരിയാവൂല. ഒരാളത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ. അപ്പോ താത്ത പറഞ്ഞു, ഇങ്ങനെ 20 എണ്ണം ഇങ്ങനെ പരത്തിക്കൊണ്ടിരുന്നാ പോരല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരാൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോര് എന്ന് ബിച്ചായി ചെയ്താത്ത പറഞ്ഞു. ആനച്ചെവി വലിപ്പത്തിൽ നേർമേൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമേയി ചോദിച്ചു, വലിപ്പം ഇത് മതിയോ? വലിപ്പം എന്ന് പറഞ്ഞാൽ വലുപ്പം എന്നർത്ഥം. അപ്പൊ ആനയുടെ വലിപ്പത്തിൽ, ആനച്ചെവിയുടെ വലിപ്പത്തിൽ വലുതായിട്ട് പരത്തിയ ആ ഒരു വട്ടം കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്രയും മതിയോ എന്ന്. ആരാ ചോദിച്ചത്? കൽമേയി ചോദിച്ചു. ബിച്ചായി ചെയ്താത്ത നോക്കിയിട്ട് പറഞ്ഞു, ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ. ചെനമ്പം കുറച്ചുകൂടി, എന്താണ് കുറച്ചുകൂടി വലിപ്പം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. വലിയ ചട്ടിപ്പത്തിരിയല്ലേ, പലക നിറയൽ തന്നെ കണക്ക്. എന്താണ്? വലിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ ഈ പരത്താനിട്ടിരിക്കുന്ന പലകയുണ്ടല്ലോ, ആ പലകയുടെ വട്ടത്തിന് അത് പരത്തിയെടുക്കണം. അല്ല, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു. അപ്പോ ആ ചെമ്പ് ഇങ്ങോട്ട് നീക്കി. അതിന് ഈ പരത്തി വെക്കുന്ന വസ്തു വെക്കാൻ ഒരു പാത്രം വേണമല്ലോ, അതിലേക്കായിട്ട് കൽമേയി വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബിച്ചായി ചെയ്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ബിച്ചായി ചെയ്താത്ത എന്ത് ചെയ്തു? പെട്ടെന്ന് ചെമ്പെടുത്ത് കഴുകി, ചെമ്പെന്ന് പറയുന്നത് വലിയൊരു പാത്രമാണ് കേട്ടോ, ആ പാത്രം എടുത്ത് കഴുകി അതിനെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് വെള്ള കസ്കസ് കഴുകി ഊറ്റി അതിലോട്ട് ഇട്ടു. നെയ്യ് ഇങ്ങോട്ടെടുക്ക്. കസ്കസ് പൊരിയുണ്ട്, അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വാങ്ങി വെച്ചു. അപ്പോ ആ കസ്കസ് എടുത്ത് ഊറ്റി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ബിച്ചായി ചെയ്താത്ത. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. എന്നിട്ട് കിസ്മിസ് എന്ത് ചെയ്തു? ആ നെയ്യ് ഒഴിച്ച് പൊരിച്ച് അതും കോരിയെടുത്തു. കരിഞ്ഞുപോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. എന്നിട്ട് പിന്നെ സംശയം. പണ്ട് ഇന്നത്തെ പോലെ ഗ്യാസ് അടുപ്പും സ്റ്റൗവും ഒന്നും ഇല്ല, അടുപ്പിലാണ് വെക്കുന്നത്, വിറകടുപ്പിലാണ് വെക്കുന്നത്. നന്നായിട്ട് തീ ആളിക്കത്തും. അതുകൊണ്ട് തന്നെ നെയ്യ് ഒഴിച്ച് കിസ്മിസ് വറുത്തപ്പോ അത് കരിഞ്ഞു പോയോ എന്ന് താത്തയ്ക്ക് ഒരു സംശയം തോന്നും. ബേജാറോടെ എന്ന് വെച്ചാൽ ടെൻഷനാണ് കേട്ടോ. ബേജാറോടെ എന്ന് വെച്ചാൽ ആശങ്കയോടെ, ടെൻഷനോടെ മൂപ്പത്തി ചോദിച്ചു. ബീരാമ്പി എണീറ്റ് കൈൽക്കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. ഇല്ല, കണക്കാണ്. അപ്പോ ഇത് കേട്ടിട്ട് കരിഞ്ഞു പോയോ എന്നുള്ള താത്തയുടെ സംശയം കേട്ടിട്ട് ബീരാമ്പി എന്ത് ചെയ്തു? എഴുന്നേറ്റ് ചെന്ന് അതെങ്ങാനും കരിഞ്ഞു പോയോ എന്ന് കയ്യിൽ എന്ന് പറയുന്ന സാധനം എന്താണ്? തവിയുണ്ടല്ലോ, അതാണ്. അതിന്റെ പിടി കൊണ്ട് അതിനൊന്ന് കുത്തി നോക്കിയപ്പോ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, കരിഞ്ഞൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലായി. സമാധാനം. ബിച്ചായി ചെയ്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പുതിരാനിട്ട ബദമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? അപ്പൊ അതിനുശേഷം കിസ്മിസ് നന്നായിട്ട് വെന്തു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ബിച്ചായി ചെയ്താത്ത
ചട്ടിപ്പത്തിരിക്ക് വേണ്ടുന്ന അടുത്ത സാധനം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. എന്താണത്? കുതിരാൻ വെച്ചിരിക്കുന്ന ബദാം എടുത്ത് അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി മാറ്റിവെച്ചു. ആ സമയത്ത് മോളോട് ചോദിക്കുകയാണ്, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? ഇതിൽ ചേർക്കാനുള്ളൊരു സാധനമാണ് പാലും പഞ്ചസാരയും. അത് തമ്മിൽ കലക്കിയാണ് വെക്കേണ്ടുന്നത്. അത് കലക്കി വെച്ചോ എന്ന് ചോദിക്കുകയാണ് കൽമേയിയോട്. കൽമേയി വിരൽ കടിച്ചു. ഞാനത് മരിച്ച പോലെ മറന്നുപോയി. എന്താണ്? ഞാനിത് മരിച്ച പോലെ മറന്നുപോയി എന്ന് വെച്ചാൽ കൽമേയിയെ ഏൽപ്പിച്ച ജോലിയാണ്. പക്ഷേ അയ്യോ, ഞാൻ ചത്തതുപോലെ ഞാനതങ്ങ് മറന്നുപോയി, എനിക്ക് ഓർമ്മയേ ഇല്ല അങ്ങനെ ഒരു കാര്യം എന്ന് പറയുകയാണ്. നല്ല മറതിയാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? മറതി എന്ന് പറഞ്ഞാൽ മറവി. നല്ല മറവിയാണ് നിന്റേത്. എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്ന് വെച്ചാലോ? വേണം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവോ? അപ്പൊ അമ്മ എന്താ ചോദിക്കുന്നത്? നിങ്ങളൊക്കെ ഇത് പഠിക്കണം. നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരാൻ ഈ അമ്മയുണ്ടാവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉമ്മ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ കവിതയിൽ അടുക്കളയിലും കണ്ടത് എന്താണ്? അമ്മ ഒറ്റയ്ക്കാണ് അടുക്കളയിലെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത്, അല്ലേ? അത് കഴിക്കാൻ വേണ്ടി മാത്രമേ മക്കൾ അവിടേക്ക് ചെല്ലുന്നുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെ ഉമ്മയാണ് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത്. മക്കൾ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ വെറുതെ ഇരുന്ന് സഹായിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും കൂടി വേണ്ടേ എന്ന് ഉമ്മ ചോദിക്കുകയാണ്. ബിച്ചായി ചെയ്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിൽ ഒഴിച്ചു. അപ്പോ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ബിച്ചായി ചെയ്താത്ത കുറച്ച് പാലും പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് കലക്കി വെച്ചു. ബാട്ടിയ തോലൊക്കെ ഇതിലിട്, പദം വരട്ടെ. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോല പരത്തിയത്, ഇക്കണക്കിന് ഇതാവാൻ മൂന്തിയാവൂലോ. അപ്പോ ഇതുവരെ ഉണ്ടാക്കിയ തോലൊക്കെ ഇതുവരെ ഉണ്ടാക്കി വാട്ടി വെക്കുന്ന പറഞ്ഞാൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് 2 സൈഡും തിരിച്ചിട്ട് വെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആക്കി വെച്ച ആ പരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങ് തരാൻ പറയുമ്പോഴാണ് കാണുന്നത് ഇത്രയും നേരം കൊണ്ട് ഈ 2 സ്ത്രീകളും കൂടി ആകെ 2 എണ്ണമേ പരത്തിയിട്ടുള്ളൂ. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് റെഡിയാകുമ്പോഴേക്കും മോന്തി ആവുമല്ലോ. മോന്തി എന്ന് വെച്ചാൽ മൂവന്തി, സന്ധ്യ കഴിയുമല്ലോ, രാത്രിയാകുമല്ലോ എന്ന് കളിയായിട്ട് ചോദിക്കുകയാണ്. ഇല്ലുമ്മ, ഇപ്പൊ പരത്തി തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. ഇല്ല, ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് അവര് പെട്ടെന്ന് പരത്താൻ തുടങ്ങി. അടുപ്പ് പോണ്, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പിൽ വെറുതെ തീ കടന്നത് കണ്ടപ്പോൾ ബിച്ചായി ചെയ്താത്ത പറഞ്ഞു. അപ്പൊ ഒരു അമ്മയുടെ ശ്രദ്ധ എന്തൊക്കെ കാര്യങ്ങളിലാണെന്ന് നോക്കൂ. ഒരു വിഭവം, വലിയൊരു തയ്യാറെടുപ്പ് ആവശ്യമുള്ള ഒരു വിഭവം തയ്യാറാക്കുകയാണ്. ആ സമയത്ത് തന്നെ അടുപ്പിൽ എന്ത് കത്തുന്നുണ്ട്? തീ കത്തുന്നുണ്ട്. അപ്പോൾ തീ വെറുതെ പോകുന്നു എന്നുള്ള കാര്യവും കൂടി അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? അടുപ്പ് പോണെന്ന് പറഞ്ഞാൽ അടുപ്പ് വെറുതെ കിടന്ന് കത്തുന്നു. അപ്പോൾ അവിടെ എന്തെടുത്ത് വെക്കണം? ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ചെമ്പ്, വലിയ പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാൻ പറയുകയാണ്. നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദാം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. അപ്പോ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ. ആ മിക്സ് എങ്ങനെയാ ഉണ്ടാക്കിയത്? നെയ്യിൽ പൊരിച്ചെടുത്ത കസ്കസ്, പിന്നെ കിസ്മിസ്, ബദാം നുറുക്കിയ കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ചട്ടിപ്പത്തിരിയുടെ മുകളിലേക്ക് ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി വിതറുന്നതിനായിട്ടാണ് കേട്ടോ. പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. കാസ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാത്രമാണ്. ഈ കാസ എന്നുള്ള വാക്ക് സുറിയാനി ഭാഷയിൽ, സുറിയാനി ലാംഗ്വേജിലാണ് അങ്ങനെ പറയുക കേട്ടോ. അപ്പൊ കാസ എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബല്ലിമ്മ കോളായോ? കൽമേയിയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. അപ്പോ കൽമേയിയുടെ മകൻ അടുക്കളയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് തയ്യാറായി കഴിഞ്ഞോ എന്ന്. എത്തിയോ? ആളെ തലപ്പരാൻ ധരിപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നാട്ടെ. എന്താണ്? ഓ, വന്നോ? ഒരുപാട് കുട്ടികളുള്ള വീടാണല്ലേ, അവർക്ക് അടുക്കളയിൽ നിന്ന് എന്ത് മണം വന്നാലും അത് അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അവർ അടുക്കളയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഉമ്മ ഇവിടെ ഭയങ്കരമായ തിരക്കിൽ നിൽക്കുകയാണ്. അപ്പൊ ഉമ്മ എന്ത് പറയുന്നു? എന്നെ പ്രാന്തെടുപ്പിക്കാതെ എവിടെയെങ്കിലും പോയി ഇരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇത് നിങ്ങൾക്കൊന്നും തിന്നാനല്ല, ഒരുത്തിയില് കൊടുക്കാനാ. ഇത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുന്നു. അപ്പൊ ഞമ്മക്കില്ല അല്ലേ? ബിച്ചായി ചേട്ടാത്തേക്ക് ഈറയാണ് പിടിച്ചത്. അപ്പൊ കുട്ടികളെ ചോദിക്കുകയാണ്, അപ്പൊ ഞങ്ങൾക്കില്ലേ കഴിക്കാൻ എന്ന് ചോദിക്കുമ്പോ ഇത് കേട്ടിട്ട് ബിച്ചായി ചേട്ടാത്തേക്ക് എന്ത് പറ്റുന്നു? ഈറ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഈർഷ്യ എന്നൊക്കെ അർത്ഥം കേട്ടോ. ദേഷ്യം തോന്നുന്നു. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാഞ്ഞതല്ലേ? അല്ല പിന്നെ,
എന്താണ് ഇതുവരെ ജനിച്ചിട്ട് നിങ്ങൾ ഇതേവരെ ഇത് കഴിച്ചിട്ടില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. വരുന്ന ഗസ്റ്റിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ കുട്ടികൾ എന്ത് പറയുന്നു, അവർക്ക് വേണ്ടിയാണെന്ന് കരുതി വന്ന് എത്തി നോക്കിയിട്ട് അവർക്കല്ല എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് തരില്ലല്ലേ എന്ന പരിഭവം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ താത്തയ്ക്ക് ദേഷ്യം വരുന്നു. എത്രയോ തവണ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാണ്, അവർക്ക് ഇങ്ങനെ ഒരു കൊതി തോന്നാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഉമ്മ സംസാരിക്കുന്നത്. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദമും കടിച്ച് അബു പോയി. അപ്പൊ വന്ന് ചോദിച്ച കുട്ടിയുടെ പേര് അബു എന്നാണ്. അബു എന്ത് ചെയ്തു, ഒരു പാട്ടും പാടി അവിടെ കിടന്ന് കിട്ടിയ ഒരു കഷ്ണം ബദാമും എടുത്ത് കഴിച്ചും കൊണ്ട് അവിടുന്ന് പോയി. കൽമിയെ കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. കൽമിയെ എന്ത് ചെയ്തു, ഒരു വട്ടച്ചെമ്പെടുത്ത് ഒരു വലിയ വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചു. നെയ്യ് ഉരുകിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയായി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു. ചെമ്പ് താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് ആ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ ആ നെയ്യ് പകർന്ന് വേറൊരു തകരപ്പാട്ടയിലേക്ക് മാറ്റിയിട്ട് ചെമ്പ് താഴെ ഇറക്കി വെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. അങ്ങനെ കുറേശ്ശെ പരത്തി എടുക്കണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ആന ചെവിയുടെ വലിപ്പത്തിലാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചട്ടിപ്പത്തിരിക്ക് ഏതാണ് കണക്ക്, വലിയ പലകയുണ്ടല്ലോ, ഇത് പരത്തുന്ന പലകയ്ക്കൊപ്പം തന്നെ വലിപ്പമുള്ള വലിയ വലിയ പീസുകളായിട്ടാണ് പരത്തി എടുക്കാനുള്ളത്. അപ്പൊ അത്രയും വലിപ്പത്തിൽ പരത്തിയെടുത്തപ്പോ 3-4 മണിക്കൂർ കഴിഞ്ഞു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ച് വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദം എടുത്ത് ഉസ്മാൻ വായിലിട്ടു. അപ്പോ കുട്ടികൾ പിന്നെയും ഈ മണമടിച്ച് അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതിന് മുകളിൽ അലങ്കരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബദാമും കസ്കസും എല്ലാം ചേർത്ത മിക്സിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് എന്ത് ചെയ്തു, വായിലേക്ക് ഇടുകയും ചെയ്തു. എന്താ എടുത്ത് കഴിച്ചത്, ഒരു കഷ്ണം ബദാമാണ് എടുത്ത് കഴിച്ചത് ഉസ്മാൻ. ബിച്ചായി ചെയ്താത്ത അവനെ തുറിച്ച് നോക്കി. നിങ്ങൾ എല്ലാരും കൂടി പണിയെടുക്കാൻ വന്നാൽ പണി തീരൂല. ഒരു കണ്ടം ബദം എടുത്തില്ലേ, ഇനി അപ്പുറം പോയി കളിച്ചോളി. അപ്പൊ പിച്ചായി ചെയ്തത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി അടുക്കളയ്ക്കകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിയൊന്നും തീരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു കഷ്ണം ബദാം കിട്ടിയല്ലോ, അതും കൊണ്ടങ്ങ് പൊക്കോളാൻ പറയും. വേറൊരുത്തൻ ചോദിച്ചു, ഒരു കണ്ടം കിസ്മിസ്. അപ്പൊ വേറൊരാൾ ചോദിക്കുകയാണ്, ഒരുത്തൻ ബദാം എടുത്തല്ലോ, ഇനി കിസ്മിസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ ബിച്ചായി ഷെയ്ത്താത്ത ചോദിച്ചു, 20 തോല് തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി നോക്കി. അപ്പോ ഒരാള് മാവ് പരത്തിക്കൊണ്ടിരിക്കുകയും ഒരാള് എന്ത് ചെയ്യുകയും ചെയ്യായിരുന്നു, അതിനെ ചുട്ട് മാറ്റി വെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവര് രണ്ടുപേരും ഇതൊക്കെ മാറ്റിവെച്ച് പലകയൊക്കെ മാറ്റിവെച്ച് എഴുന്നേറ്റപ്പോൾ താത്ത ചോദിച്ചു, 20 എണ്ണവും തികച്ചും പരത്തിയിട്ടല്ലേ എഴുന്നേറ്റത് എന്ന്. അപ്പോ എന്നിട്ട് അവർ ഒന്നുകൂടി എണ്ണി നോക്കി, 20 എണ്ണവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഈ കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാ മതി. കയ്യാക്കത്തിന് എന്ന് പറഞ്ഞാൽ ഒരു കൈ സഹായത്തിന് ഒരാൾ നിന്നാ മതി, ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ നിന്ന് പോകാമെന്ന്. കൽമേയി നിന്നു. മറ്റു 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബിച്ചായി ചെയ്തത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു. പണ്ടം ഇങ്ങോട്ട് എടുക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പരത്തിയതിൽ നിന്ന് വാട്ടി വെച്ചിരിക്കുന്നതിനെ എടുത്ത് പാലിലിട്ട് അതിനെ ഒന്ന് കുതിരാൻ വെച്ചിരുന്നു. ആ കുതിരാൻ വെച്ചിരുന്ന 2 തോലുകൾ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്തു, ചെമ്പിലേക്ക് ഇട്ടു. നെയ്യുള്ള ചെമ്പിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് പണ്ടം, എന്താണ് ഈ കിസ്മിസും ബദാമും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇങ്ങനെ ഇട്ടു. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമിയെ എടുത്ത് നീട്ടി. അട്ടിയായി വെച്ച 2 തോലിന്റെ മീതെ മൂപ്പത്തി കുറച്ച് പണ്ടം വിതറി. അപ്പോൾ അടിയിൽ ഏറ്റവും അടിഭാഗത്തായിട്ട് 2 ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ വെച്ചു. അതെങ്ങനെയാണ്, പാലിൽ കുതിർത്തതാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് ഈ മിക്സ് ഇങ്ങനെ വിതറിയിട്ടു. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിന് മേൽ പാർന്നു. എന്ത് ചെയ്തു, പാർന്നു എന്ന് വെച്ചാൽ ഒഴിച്ചു എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും കൂടി കുറച്ച് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചത് ഓർമ്മയില്ലേ, ആ സാധനവും കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിന്റെ എല്ലാ ഭാഗത്തും എത്തിയോ, എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തി. അതിനു മീതെ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത്. അതിനു മീതെയും പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. അപ്പൊ അതിനുശേഷം വീണ്ടും ഇങ്ങനെ ആദ്യം എന്താ ചെയ്തത്, 2 ചപ്പാത്തി പോലെയുള്ള സാധനത്തിനെ പാലിൽ കുതിർത്തി വെച്ചിരിക്കുന്നതിനെ നെയ്യുള്ള പാത്രത്തിലേക്ക് ഇട്ടു. അതിന് മുകളിലേക്ക് ബദാമും കിസ്മിസും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടു. പിന്നീട് പാലും മുട്ടയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഒഴിച്ചു. അതിന് മുകളിലേക്ക് വീണ്ടും ഒരു ചപ്പാത്തി പോലെയുള്ള സംഭവം കൂടി ഇട്ടു. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ വീണ്ടും അവരെ ആവർത്തിച്ചു. എന്ത് ചെയ്തു, പണ്ടമിട്ടു. പണ്ടത്തിന് പുറമെ മുട്ട കലക്കിയത് ഒഴിച്ചു.
പടച്ചോനെ ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ. അപ്പോ നല്ല ഭക്ഷണ സാധനം ഉണ്ടാക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയാണ് എന്താണ് പറയുന്നത്? ഞാനീ ഉണ്ടാക്കുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടണേ, ആരെ കൊണ്ടും കുറ്റം പറയിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ആയോ? ഏതോ കുട്ടി അടുക്കള വാതിൽക്കൽ നിന്ന് ചോദിച്ചു. ബിച്ചായി ചെയ്താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. അപ്പോ ഈ മണമടിച്ച് പിന്നെ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, ഇത് വെന്തോ എന്ന് ചോദിച്ചു. പക്ഷേ താത്ത അത് കേട്ടില്ല. കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. കാരണം ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുവിലാണ് താത്തയുടെ മുഴുവൻ കോൺസെൻട്രേഷനും ഇരിക്കുന്നത്. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ എന്ത് സംഭവിക്കും? തീ കൂടി പോകാനോ അടി പിടിക്കാനോ കരിഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഇതിൽ തന്നെ അർപ്പിച്ചാണ് ഉമ്മ അവിടെ നിൽക്കുന്നത്. കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കിന്റെ മണി പോലെ വിയർപ്പിന്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ട് പറക്കുന്നു. അപ്പോ ടെൻഷൻ കൊണ്ടും ഇത്രയും നേരം ചെയ്ത ഈ ജോലിയുടെ ആയാസം കാരണവും എന്താണ്? ബിച്ചായി ചെയ്താത്ത ആകെ വിയർത്ത് ക്ഷീണിച്ച് വിയർപ്പ് കൊണ്ട് മൂടി നിൽക്കുകയാണ്. പക്ഷെ മനസ്സ് മുഴുവനും എവിടെയാണ്? ആ വട്ടച്ചെമ്പിനകത്ത്, നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചെമ്പിനകത്താണ് മനസ്സ് മുഴുവനും നിൽക്കുന്നത്. നന്നായാൽ മതി റബ്ബേ. ഇപ്പോ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാനീ ഉണ്ടാക്കിയ വസ്തു നന്നായിരുന്നാൽ മതിയായിരുന്നു. ബിച്ചായി ചെയ്താത്ത ആദ്യം ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു. 4ാമത്തെ തോല് വെച്ചു. എല്ലാം ക്രമമനുസരിച്ച് നടക്കുന്നു. പിന്നെ അതിന് പുറത്ത് വീണ്ടും നേരത്തെ പോലെയുള്ള സ്റ്റെപ്സ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തോല് വെക്കുന്നു. തോലെന്ന് പറഞ്ഞാൽ ചപ്പാത്തി പോലെയുള്ള സാധനമാണെന്ന് ഓർത്തോണേ. ഒരു തോല് വെക്കുന്നു. അതിന് മുകളിലായിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം വെക്കുന്നു. അതിന് മുകളിലേക്ക് മുട്ടയും പാലും ഒക്കെ കലക്കിയത് ഒഴിക്കുന്നു. വീണ്ടും അടുത്ത തോല് വെക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ 1, 2, 3 എന്ന് കഴിഞ്ഞ് അവസാനം 19ാമത്തെ തോലിലെത്തി. 20 തികഞ്ഞു. നിവർന്നു നിന്ന് നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20ാമത്തെ തോലിന്റെ മുകളിൽ വിതറി. എന്നിട്ട് എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ബാക്കി മിക്സ് എല്ലാം കൂടി ആ ലാസ്റ്റത്തെ തോലിന്റെ മുകളിലേക്ക് ഒഴിക്കുകയും വിതറുകയും ചെയ്തു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ വെച്ചിട്ടുള്ള എല്ലാ തോലുകളിലും ഒരുപോലെ തന്നെ ഈ മിക്സും ഈ ഫില്ലും ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കി. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കപ്പ് പോലെയുള്ള ഒരു ബൗള് പോലെയുള്ള ഒരു സാധനത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. അതിനെ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു. എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു. എന്നിട്ട് നടുക്ക് ഭാഗത്തായിട്ട് ആ മുട്ട ഒഴിച്ചു കൊടുത്തു. അപ്പോ എല്ലാ ഭാഗങ്ങളിലേക്കും ഒലിച്ചിറങ്ങി കുതിർന്ന് വന്നു. 31 നിവർന്ന് കൈകുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. അപ്പോ മുസ്ലിം സ്ത്രീകൾ തലയിലിടുന്ന വസ്ത്രത്തെയാണ് തട്ടം എന്ന് പറയുക. അപ്പൊ 30 എന്ത് ചെയ്തു? നിവർന്നു നിന്നിട്ട് കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് നിവർന്നു. പക്ഷെ ഭയങ്കര ക്ഷീണമാണ്, എത്രയോ നേരമായി ജോലി ചെയ്യുന്നു. എന്നിട്ട് തലയിൽ നിന്ന് മാറിപ്പോയ തട്ടത്തിനെ വലിച്ച് നേടിയിട്ടു. ബിസ്മില്ലാ. വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. എന്നിട്ട് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ഈ ചെമ്പ് എന്ത് ചെയ്തു? എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് മൂടിയെടുത്ത് ഈ പാത്രത്തിന്റെ മൂടി അടപ്പിനെ അതിന്റെ മുകളിലേക്ക് വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തീയെടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് കുറച്ച് തീയെടുത്ത് എവിടെ ഇട്ടു? തീയെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീയെന്ന് വിചാരിക്കരുത്, കത്തിക്കൊണ്ടിരിക്കുന്ന ചകിരി അതിനെ എടുത്ത് ചെമ്പിന്റെ മുകളിലേക്ക് ഇട്ടു. എന്തിനെന്ന് വെച്ചാൽ ഈ പത്തിരിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ചൂടെത്താൻ വേണ്ടിയാണ് മുകളിലും തീയിട്ടത്. അതിലേക്ക് എന്ത് ചെയ്തു? കുറച്ച് നല്ല ചകിരിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ അതും കൂടെ കത്തി നല്ല ചൂട് ആ പാത്രത്തിന് പുറത്തും അകത്തും ഒക്കെ ഉണ്ടാകും. അടുപ്പിലെ തീയൊന്ന് ഉള്ളിലോട്ട് തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. എന്നിട്ട് ദൂരെ മാറി നിന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് തീ കത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. ബറാബർ. അപ്പൊ എന്താണ്? എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, സൂപ്പർ എന്ന് പറയുന്ന പോലെയാണ്. ബറാബർ, എല്ലാം കൃത്യമായിട്ട് കത്തുന്നുണ്ട്, എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി. റബ്ബേ ഇത് നന്നാകണേ. നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. അപ്പോ എന്നിട്ട് വിയർപ്പ് തുടച്ചുകൊണ്ട് താത്ത പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരം നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചു. മോളെ ഒരു ബായിക്ക് ബത്തിലടക്ക. എന്നിട്ട് അകത്തേക്ക് നോക്കി വിളിച്ച മോളോട് പറയുകയാണ്, ഒരു ബായിക്ക് എന്ന് വെച്ചാൽ ഒരു വാക്ക് ബത്തിലടക്ക, ഒന്ന് ചവയ്ക്കാനായിട്ട് എന്ത് കൊടുക്കണം? വെറ്റിലെ അടക്കയും കൊണ്ടുവരൂ എന്ന് മോളോട് പറയുന്നു. ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി.
അപ്പോൾ എല്ലാ ജോലിയും നന്നായി നടന്നു എന്ന് മനസ്സിലായപ്പോൾ നല്ല ആശ്വാസം തോന്നി. അപ്പോൾ ഉമ്മ എന്തെന്ന് തീരുമാനിക്കുകയാണ്? മുറുക്കാനായിട്ട് തീരുമാനിക്കണം. ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് മുറുക്കാമെന്ന് തീരുമാനിക്കുന്നു. പലഹാരങ്ങളുടെ താജ് എന്ന് പറഞ്ഞാൽ, താജ് എന്താണ്? താജ്മഹൽ എന്ന് പറയുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലേ, വണ്ടേഴ്സിൽ ഒന്നാണ്, 7 വണ്ടേഴ്സിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി. അത് ഉണ്ടാക്കാൻ എത്രയോ വർഷങ്ങളെടുത്തു, എത്രയോ ആൾക്കാർ പണിതെടുത്തിട്ടാണ് അങ്ങനെ ഒരു മനോഹരമായ സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ അതുപോലെ ആഹാര സാധനങ്ങളുടെ കൂട്ടത്തിലെ താജാണ് ഇപ്പോൾ ഉമ്മ ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രമാത്രം പ്രയാസകരമായിട്ടുള്ള, അത്രയ്ക്ക് അധ്വാനം വേണ്ടുന്ന ഒരു പലഹാരമാണ് ഉമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ താജ് പോലെ കഷ്ടപ്പെട്ട് ഉമ്മ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുകയാണ്. അവർക്ക് ആശ്വാസം തോന്നി, ആ കൈകൾക്ക് ആശ്വാസം തോന്നി, മനസ്സിൽ നിറഞ്ഞ നിർവൃത്തി. ഒരു നല്ല പലഹാരം ഒരു തെറ്റും കൂടാതെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇത് കഴിക്കുന്നവർക്കൊക്കെ ഇത് വളരെ സ്വാദിഷ്ടമായി തോന്നുമല്ലോ എന്നോർത്ത് സന്തോഷം കൊണ്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? നിർവൃതി, ആശ്വാസം, സമാധാനമൊക്കെ തോന്നി, സന്തോഷം തോന്നി എന്നാണ് അർത്ഥം. സുൽത്താൻ വീട് P.A. മുഹമ്മദ് കോയ. അപ്പോൾ P.A. മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 1-2 കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠഭാഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇതിനു മുൻപ് പഠിച്ച അടുക്കള എന്ന കവിതയിൽ നമ്മൾ എന്താ കണ്ടത്? അടുക്കളയിൽ അമ്മ തന്നെയാണ് ജോലികളെല്ലാം ചെയ്യുന്നത്. ആരും അടുക്കളയിലേക്ക് പോകാറില്ല, കഴിക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ടും ജോലികളൊന്നും ആരും ചെയ്യുന്നില്ല. പാത്രങ്ങൾ വൃത്തിയാക്കുന്നതും അടുക്കള വൃത്തിയാക്കുന്നതും എല്ലാം അമ്മ തന്നെയാണ്. അപ്പോൾ ആഹാരം വെക്കുന്നതിന് മുൻപുള്ള ജോലികളും അമ്മ തന്നെ ചെയ്യുന്നു, ആഹാരം വെക്കുന്ന ജോലിയും അമ്മ തന്നെ ചെയ്യുന്നു, അതിനുശേഷം വൃത്തിയാക്കുന്ന ജോലിയും അമ്മ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു വിശേഷപ്പെട്ട പലഹാരം വെക്കണമെങ്കിൽ അവിടെ ആര് തന്നെ വേണം? അമ്മ തന്നെ വേണം. അമ്മ പറയുന്ന ജോലികൾ ചെയ്യാൻ അവിടെ മക്കൾ സഹായത്തിനെത്തുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നല്ല കാര്യം. ആദ്യത്തെ കവിതയിൽ അങ്ങനെ സഹായത്തിന് അമ്മയ്ക്ക് ആരുമുള്ളതായിട്ട് പറയുന്നില്ല. 2ാമത്തെ കഥയിലാണെങ്കിൽ അമ്മയെ സഹായിക്കാൻ മക്കളൊക്കെ തയ്യാറാകുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 കഥകളിലും അടുക്കള ആരുടെ കൈകളിലാണ്? അമ്മയുടെ കൈകളിലാണ്. അടുക്കളയുടെ ഭരണവും അടുക്കളയിലെ ജോലികളും ഒക്കെ അമ്മ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന വിശ്വാസത്തിലാണ് മക്കളൊക്കെയും ജീവിക്കുന്നത്. ഇവിടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, ബിച്ചായി ചെയ്തത് ചോദിക്കുന്നുണ്ട്, എന്റെ മരണത്തിന് ശേഷം ഞാൻ ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അമ്മ ഉള്ളപ്പോൾ തന്നെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം കഥയിലെ കഥാപാത്രങ്ങളോട് മാത്രമല്ല, ഈ കഥ വായിച്ചിരിക്കുന്ന കുട്ടികളായ നിങ്ങളോട് ഓരോരുത്തരോടും ഉള്ളതാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാനെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ വൃത്തിയാക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ കൂടി ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇവിടെ തന്നിരിക്കുന്ന പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മാതൃകാ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ മാതൃകയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുകൂടി നിങ്ങൾ ശ്രമിക്കുക. നന്ദി.